രാജ്യത്തെ ഒരു പ്രമുഖ ബിരിയാണി ഹോട്ടലിന്റെ ശാഖകൾ കേന്ദ്രീകരിച്ച് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന തട്ടിപ്പാണ് പുറത്തുവന്നത്. ഇന്ത്യയിലുടനീളമുള്ള റെസ്റ്റോറന്റുകൾ 2019-20 സാമ്പത്തിക വർഷം മുതൽ ഏകദേശം 70,000 കോടി രൂപയുടെ വരുമാനം മറച്ചുവെച്ചുവെന്നാണ് ഹൈദരാബാദ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് കണ്ടെത്തിയത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള പ്രമുഖ ഹോട്ടൽ ശൃംഖലകളിൽ നിന്നാണ് ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. ലക്ഷക്കണക്കിന് റെസ്റ്റോറന്റുകളിൽ ഉപയോഗിക്കുന്ന പാൻ ഇന്ത്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലെ 60 ടെറാബൈറ്റ് ഡാറ്റ പരിശോധിച്ചാണ് ഉദ്യോഗസ്ഥർ തട്ടിപ്പ് കണ്ടെത്തിയത്. ബിഗ് ഡാറ്റ അനാലിസിസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് AI, ജനറേറ്റീവ് AI തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരുന്നു വമ്പൻ പരിശോധന നടത്തിയത്. ഉപഭോക്താക്കൾക്ക് ബില്ല് നൽകിയ ശേഷം സോഫ്റ്റ്വെയറിന്റെ ബാക്ക്-എൻഡിൽ നിന്ന് അവ ഡിലീറ്റ് ചെയ്യുകയാണ് തട്ടിപ്പ് നടത്തിയ രീതി. രാജ്യത്താകെ ഇത്തരത്തിൽ 13,317 കോടിയുടെ ബില്ലുകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. കാർഡ്, UPI ഇടപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ കയ്യിൽ വാങ്ങുന്ന പണത്തിന്റെ ബില്ലുകൾ മാത്രം തിരഞ്ഞെടുത്ത് ഒഴിവാക്കും. ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിലെ മുഴുവൻ ബില്ലുകളും സോഫ്റ്റ്വെയറിൽ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്യും. നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതിൽ ആദ്യ 5 സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് മുന്നിൽ. കർണാടക 2,000 കോടി രൂപയുടെ ബില്ലുകൾ ഡിലീറ്റ് ചെയ്തു. തെലങ്കാന 1,500 കോടി, തമിഴ്നാട് 1,200 കോടി എന്നിങ്ങനെയാണ് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി മാത്രം 5,141 കോടി രൂപയുടെ വരുമാനം മറച്ചുവെച്ചു. പരിശോധിച്ച 40 റെസ്റ്റോറന്റുകളിൽ നിന്ന് മാത്രം 400 കോടിയുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിപണിയുടെ 10% മാത്രം കൈയാളുന്ന ഒരു കമ്പനിയിൽ നിന്നുള്ള ഡാറ്റയിലാണ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇത്രയും വലിയ തട്ടിപ്പ് കണ്ടെത്തിയത്. ഇത് മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണെന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ആകെ വിറ്റുവരവിന്റെ 27% റെസ്റ്റോറന്റുകൾ രേഖകളിൽ കാണിക്കുന്നില്ലെന്നാണ് പ്രാഥമിക നിഗമനം. അഹമ്മദാബാദിലെ സോഫ്റ്റ്വെയർ കമ്പനിയുടെ സെന്ററിൽ നിന്നുള്ള ഡാറ്റ ഹൈദരാബാദിലെ ഡിജിറ്റൽ ഫോറൻസിക് ലാബിൽ എത്തിച്ചാണ് വിശകലനം ചെയ്തത്. 1,77,000 റെസ്റ്റോറന്റ് ഐഡികളാണ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചത്. ഹൈദരാബാദിലും വിശാഖപട്ടണത്തിലും തുടങ്ങിയ പരിശോധന ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് അതായത് CBDTയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തട്ടിപ്പ് നടത്തിയ റെസ്റ്റോറന്റുകളിൽ നിന്ന് പിഴയടക്കമുള്ള നികുതി ഈടാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.